പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രൊജക്ടറുകൾ ഘടിപ്പിച്ച് നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ വല്ല ഫുട്പാത്തിലോ പാർക്കിലോ രാത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഷോപ്പിങ്ങിനായി ദിവസേന നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. സിറ്റി സെന്റർ ജമീല പെരുന്നാൾ ഡ്രസ്സിനായി പോകുന്ന ഏരിയ ഷാർജയിലെ റോളയാണ്. ഞങ്ങളുടെ ഇന്നത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലത്തെ അവസാനത്തെ ബുഫ കഴിക്കാൻ വേണ്ടി വന്നിരിക്കും. അവർ ബുഫേ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു. അസ്സലാമു അലൈക്കും. റമദാന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റമദാൻ അതിന്റെ അവസാനത്തെ 10 അവസാനത്തെ ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന ഞായർ അല്ലെങ്കിൽ തിങ്കൾ ദിവസങ്ങളിലാണ് UAE ഈദുൽ ഫിത്തർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വാരാന്ത്യ അവധി ഉൾപ്പെടെ ഒരു 5 ദിവസത്തെ അവധിക്കായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. റമദാന്റെ അവസാന ദിനം ആരംഭിച്ചതോടുകൂടി തന്നെ എല്ലാ പള്ളികളിലും പാതിരാ പ്രാർത്ഥനകൾക്കും പാതിരാ നിസ്കാരങ്ങൾക്കൊക്കെയായി വിശ്വാസി സമൂഹത്തിന്റെ വലിയ തിരക്കാണ് കാണാനുള്ളത്. ഞാൻ ഖിയാമുൽ ലൈലിലേക്കായിട്ട് വരുന്ന പള്ളിയാണ് എന്റെ ഈ പുറകിൽ കാണുന്ന പള്ളി. ഈ പള്ളിയുടെ രാത്രികാല കാഴ്ചകൾ വേറൊരു വ്യത്യസ്തമായ ഡിസൈനോട് കൂടിയാണ്. അത് എന്താണെന്നും ഇവിടുത്തെ ഖിയാമുൽ ലൈൽ വിശേഷങ്ങളും എന്താണെന്നും ഒക്കെയാണ് എന്റെ ആദ്യ വീഡിയോയിൽ. നേരത്തെ എന്റെ പിറകിൽ കണ്ട പള്ളിയാണിത്. ഞാൻ പറഞ്ഞതുപോലെ അടിമുടി മാറിയിട്ടുണ്ട്. പലവിധ വർണ്ണങ്ങളാൽ തീർത്ത ഡിസൈൻ. ജനുവരിയിലെ ലൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷാർജയുടെ വിവിധ മർമ്മപ്രധാന സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രൊജക്ടറുകൾ ഘടിപ്പിച്ച് അതിൽ നിന്നും ലൈറ്റുകൾ പുറപ്പെടുപ്പിച്ചാണ് ഈ ഡിസൈനുകൾ ചെയ്യുന്നത്. ഞാൻ രാത്രി 11 മണിക്കാണ് ഇവിടെ എത്തിയത്. അധികം ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 12 മണി ആകുമ്പോഴേക്കും വാഹനങ്ങൾ വന്നു തുടങ്ങി. പാർക്കിംഗ് ഒക്കെ ഫുള്ളായി. പള്ളിയിലെ ഓരോ നിരകളും ഫുൾ ആയിക്കൊണ്ടിരുന്നു. മെയിൻ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു. ചെറിയ വെളിച്ചം മാത്രം. രാവിലെ 2 മണിവരെ നിസ്കാരം തുടർന്നു. വരുന്നവരിൽ മിക്കവരും പ്രാർത്ഥനക്കായി എത്തുന്നവർക്ക് നൽകാനായി ജ്യൂസ് പാക്കറ്റുകൾ, ബിസ്ക്കറ്റുകൾ, കേക്ക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഈ കൊല്ലത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഞാൻ എന്റെ ജുമാ നമസ്കരിക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന കിസൈസ് ദുബായിലത്തെ ഒരു വില്ലകളൊക്കെ ഉള്ള ഏരിയയിലെ ഒരു പള്ളിയിലാണ്. കാരണം അവിടെ അടുത്തടുത്തടുത്ത് ഒരുപാട് പള്ളികളുണ്ട്. പിന്നെ ജനസാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ഥലവും കിട്ടും. പക്ഷെ ഷാർജയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷാർജ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ പോകണം. പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളിലൊക്കെ ഷാർജയിൽ പള്ളി വളരെ നേരത്തെ ഫുള്ളാകും. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ വല്ല ഫുട്പാത്തിലോ പാർക്കിലോ മണ്ണിട്ട സ്ഥലത്തോ ഏതെങ്കിലും കടയുടെ മുമ്പിലോ ഒക്കെ വെച്ച് നമ്മൾ നമസ്കരിക്കേണ്ടി വരും. ഷാർജയില് നോർമൽ ദിവസങ്ങളിലും റമദാൻ മാസങ്ങളിൽ പ്രത്യേകിച്ച് പറയേണ്ട, അല്ലാത്ത നോർമൽ ദിവസങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ ഷാർജ മുവൈല ഏരിയ അങ്ങനെയുള്ള അൽവാഹദ കുറച്ച് ഏരിയകളൊക്കെ വിട്ട് നമ്മൾ കുറച്ച് അകത്തോട്ട്, അതായത് ഇപ്പം അറബികൾ താമസിക്കുന്ന കുറെ ഏരിയകളുണ്ട്, കുറെ വില്ലകളൊക്കെ ഉള്ള ഏരിയകളിൽ, ആ ഏരിയകളിൽ പോവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ഥലം കിട്ടും. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇത് അവസ്ഥ തന്നെയാണ്. ഖിയാമുൽ ലൈലും പ്രാർത്ഥനകളുമായി വിശ്വാസി സമൂഹം ഒരു ഭാഗത്ത് ബിസിയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഷോപ്പിംഗുമായിട്ട് ആൾക്കാർ ഭയങ്കര തിരക്കിലാണ്. അവരുടെ പെരുന്നാൾ സാധനങ്ങൾ വാങ്ങുവാനും ഡ്രസ്സ് വാങ്ങുവാനും ഒക്കെ ആയിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ഷാർജയിലെ അൽവഹദ ഏരിയ. ഇവിടെയാണ് എന്റെ അളിയൻ താജുദ്ദീനും ഫാമിലിയും ഒക്കെ താമസിക്കുന്നത്. ഷോപ്പിങ്ങിനായി ദിവസേന നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. സിറ്റി സെന്റർ, മാക്സ്, 2 ഡിസ്കൗണ്ട് സെന്ററുകൾ, ജോവന്ന കൂടാതെ വേറെയും ഔട്ട്ലെറ്റുകളും റെസ്റ്റോറന്റുകളും ഒക്കെയായി ഈ സ്ട്രീറ്റ് ഷോപ്പിംഗുകാരുടെ ഇഷ്ടസ്ഥലമായി മാറിയിരിക്കുന്നു. ജമീല പെരുന്നാൾ ഡ്രസ്സിനായി പോകുന്ന ഏരിയ ഷാർജയിലെ റോളയാണ്. ഇന്ത്യൻ, പാകിസ്ഥാനി ഡിസൈനേഴ്സ് ചുരിദാർ മുതൽ ലെഹങ്ക, ബ്രൈഡൽ ഡ്രസ്സുകൾ തുടങ്ങി ഇത്തരം ഡ്രസ്സുകളുടെ നിരവധി ഷോപ്പുകളാണ് ഈ ഏരിയയിൽ ഉള്ളത്. അതുകൂടാതെ ഫാൻസി മാച്ചിങ് സെന്ററുകളും ധാരാളമായി ഇവിടെയുണ്ട്. ഷമീല സ്ഥിരമായി എടുക്കാറുള്ളത് കാഞ്ഞങ്ങാട് ബേക്കലിലെ ഒരു വ്യക്തി നടത്തുന്ന സോഫ്റ്റ് കോട്ടൺ എന്ന ഷോപ്പിൽ നിന്നുമാണ്. നമ്മൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ നൽകാറുണ്ട്. ഞങ്ങളുടെ കെയർ ഓഫിൽ പോകുന്നവർക്കും ഡിസ്കൗണ്ട് കിട്ടും. റമദാന്റെ അന്ത്യത്തിൽ ഈദിനോടനുബന്ധിച്ചുകൊണ്ട് ഷോപ്പുകാർ അവരെ കസ്റ്റമേഴ്സിനെ മാക്സിമം തങ്ങളുടെ മാളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ പലവിധ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. ഷാർജ നഹദിലുള്ള മിയാം മാളിലുള്ള നെസ്റ്റ ഹൈപ്പർ മാർക്കറ്റ് അത്തരം ഒരു ആക്ടിവിറ്റീസ് നടത്തുന്നത്. ഫ്രീ ഹെന്ന, അതായത് അവിടെ എത്തുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് അവർ ഹെന്ന ചെയ്തു കൊടുക്കും. രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുത്ത് കാത്തിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കാണിച്ചാൽ അതുപോലെയോ അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും ഡിസൈനിലോ ഹെന്ന ഇട്ട് തരും. ഞങ്ങളുടെ ഇന്നത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലത്തെ അവസാനത്തെ ബുഫ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ റമദാന് വിരാമമാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബുഫ കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഞങ്ങളെ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയുള്ള മലബാർ ഡൈനിലേക്കാണ്. ഷാർജ സഫാരി മാളിനോടും ലുലുവിനോടും ചേർന്നുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് ഈ മലബാർ ഡൈൻ റെസ്റ്റോറന്റ്. ഈ സ്ട്രീറ്റിൽ കറിച്ചട്ടി, സമ്പത്ത് ദർബാർ, കാലിക്കറ്റ് കലവറ ഇങ്ങനെ നല്ല റെസ്റ്റോറന്റുകൾ വേറെയുമുണ്ട്. നേരത്തെ വിളിച്ചു ബുക്ക് ചെയ്ത പ്രകാരം നമുക്കുള്ള ടേബിൾ അവർ റിസർവ് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ മറ്റുള്ളവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
ടേബിളിൽ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റൂഹ ഹഫ്സ ഡ്രിങ്ക്, പിന്നെ റവ കൊണ്ടുള്ള തരി, ഫ്രൂട്ട്സ്, സ്നാക്സ് ഇവയൊക്കെയാണ് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള വിഭവങ്ങൾ. അതിനുശേഷം മഗ്‌രിബ് നിസ്കരിച്ച് വരുമ്പോഴേക്കും അവർ ബുഫേ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ലെങ്കിലും ഉള്ളതൊക്കെ നന്നായിരുന്നു. ഫിഷ്, ചിക്കൻ, ബീഫ് എന്നിവയിൽ 2 വീതം ഡിഷസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ വീഡിയോയുടെ ഈ ഭാഗം ചെയ്യുമ്പോൾ നാളെ, അതായത് ഏപ്രിൽ 30 ഞായറാഴ്ച, ഒമാൻ ഒഴികെ UAE മറ്റെല്ലാ പ്രദേശങ്ങളിലും ഈദ് ഉൽ ഫിത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ഷമീല ഫിൽസയ്ക്ക് ഹെന്ന ഇട്ട് കൊടുത്തിരുന്നു. തലേ ദിവസത്തെ തിരക്കൊന്ന് കുറയ്ക്കുവാനും 2 ദിവസം എടുത്താലാണ് കൂടുതൽ നിറം കിട്ടുക എന്നതുമൊക്കെയാണ് കാരണം. ഫിൽസക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം 2 കൈയിലും ഹെന്നയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടവിനോദമായ ക്രാഫ്റ്റ്, ഡ്രോയിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമത്തിലാണ്. മന്തിക്ക് വളരെ പ്രസിദ്ധമായ കസറൽ അറബ് മന്തി റെസ്റ്റോറന്റിലാണ് ഇപ്പൊ ഞാനുള്ളത്. നാളെ UAE ഈദുൽ ഫിത്തർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷാറൂഖ് ഇതുവരെ ഞങ്ങളുടെ കൂടെ ഒരു ഇഫ്താറിനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഷാറൂഖുമൊത്ത് ഞങ്ങളൊരു മന്തി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഷാർജ മൊബൈലിലുള്ള കസസ് അൽ അറബ് മന്തി റെസ്റ്റോറന്റ് യമൻ മന്തിക്ക് വളരെ പ്രശസ്തമാണ്. സൂപ്പോട് കൂടിയാണ് നമ്മെ വെൽക്കം ചെയ്യുക. ഇവരുടെ തന്നെ മട്ടൺ ഷോൾഡർ ഹനീത്ത് വളരെ ടേസ്റ്റിയാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതും. സപ്ലൈസ് ആയിട്ട് യമനികളും മലയാളികളും ഒക്കെ ഉണ്ട്. ഒന്നു തന്നെ ഞങ്ങൾ 5 പേര് കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. അവസാനം കോംപ്ലിമെന്റായി സിനോമൻ ചായയും ലുക്കിമാത്തും കൂടി ആയപ്പോൾ ഒന്നുകൂടി ഉഷാറായി. ഇനി ഞങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ 3 ദിവസം വരെ UAEയിൽ പൊതു അവധിയുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ഗുഡ് ബൈ.